സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി സാഹസികമായി സമരം ചെയ്യാൻ സമൂഹത്തെ പഠിപ്പിച്ച സാമൂഹ്യ വിപ്ലവകാരിയായ മഹാത്മാ അയ്യങ്കാളിയുടെ പരിനിർവാണ വാർഷിക ദിനമാണ് ഇന്ന്. മറ്റുള്ളവർക്കായി ഉഴാനും നടാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റുമിക്കൂട്ടർ ഇരികാലി മാടുകളെന്ന് ആശാൻ വിലപിച്ച ജനത. കാഷ്ടം ഭുജിച്ച് നടന്നിടുന്ന പട്ടിക്ക് ചാരെ നടന്നുകൊള്ളാം, കഷ്ടം മനുഷ്യർക്ക് പാടില്ല എന്നുള്ള ചട്ടം നിലനിന്നൊരു കേരളം. ഈ കേരളത്തിൽ വഴി നടക്കുവാനുള്ള അവകാശത്തിനു വേണ്ടി അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് വയലിൽ കനകക്കതിർ വിളയിക്കുന്നതിനും മണ്ണ് മലർവാടിയാക്കുന്നതിനും വേണ്ടി രക്തം വിയർപ്പിൻ്റെ രൂപത്തിൽ വർഷിക്കുന്ന മണ്ണിൻ്റെ മക്കളായ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അവർക്ക് പൊതുവഴിയിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള അവകാശ പ്രഖ്യാപനത്തിലൂടെ കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ രണ്ട് കാലിൽ നടക്കുന്ന കൊടുങ്കാറ്റിനെ പോലെ വിദ്യയുടെ അകമ്പടി കൂടാതെ വയലേലകളുടെ നടുവിൽ നിന്നും പൊതുജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് രണ്ട് കാലിൽ നടക്കുന്ന ഒരു കൊടുങ്കാറ്റിനെ പോലെ വിലക്കപ്പെട്ട രാജകീയ വീതികളിലൂടെ വില്ലുവണ്ടി യാത്ര നടത്തിക്കൊണ്ട് 1893 തൻ്റെ 30ാമത്തെ വയസ്സിൽ അയ്യങ്കാളി തേരോട്ടം നടത്തുക. 1905 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചുകൊണ്ട് അധസ്ഥിത ജനവിഭാഗങ്ങളെ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ, സാധുക്കളായിട്ടുള്ള ജനവിഭാഗങ്ങളെയെല്ലാം പുലയനെന്നോ പറയനെന്നോ വേട്ടുവനെന്നോ കണക്കനെന്നോ ഉള്ളാടനെന്നോ വ്യത്യാസമില്ലാതെ ഒരു ചരടിൽ ഇണക്കിക്കോർത്ത പുഷ്പങ്ങളെപ്പോലെ സാധുജന പരിപാലന സംഘത്തിൽ അണിചേർത്തുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ അയ്യങ്കാളി തങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് അക്ഷരത്തിൻ്റെ വെള്ളി വെളിച്ചം അവരുടെ മനസ്സിലേക്ക് ആവാഹിക്കാൻ അവസരം നൽകണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുമക്കളെ പള്ളിക്കൂടത്തിൽ പ്രവേശിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ നിറം കറുപ്പായി പോയത് കൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞുമക്കളെ നിങ്ങൾ പള്ളിക്കൂടത്തിൽ പ്രവേശിപ്പിക്കാത്തതെങ്കിൽ വെയിലത്തും കോരിച്ചൊരിയണം മഴയത്തും ചേറിലും ചെളിയിലും പണിയെടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ നിറം കറുപ്പായി പോയതെന്നും അതുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞുമക്കളെ പള്ളിക്കൂടത്തിൽ പ്രവേശിപ്പിക്കാത്തതെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ പാടത്ത് പണിക്കിറങ്ങാൻ ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുട്ടിപ്പുല്ല് കിളിർപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 1907 റഷ്യൻ വിപ്ലവത്തിന് 10 കൊല്ലം മുമ്പ് കേരളത്തിൽ കമ്മ്യൂണിസമെന്നോ മാർക്സിസമെന്നോ കോൺഗ്രസ് പ്രസ്ഥാനത്തെക്കുറിച്ച് പോലും കേട്ടുകേൾവിയില്ലാത്ത 1907 വിദ്യാഭ്യാസമില്ലാത്ത അയ്യങ്കാളി, അക്ഷരാഭ്യാസമില്ലാത്ത അയ്യങ്കാളി വിദ്യയുടെ അകമ്പടി കൂടാതെ വയലേലകളുടെ നടുവിൽ നിന്നും പൊതുജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് രണ്ട് കാലിൽ നടക്കുന്ന കൊടുങ്കാറ്റിനെ പോലെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം വിദ്യാഭ്യാസ സ്വാതന്ത്ര്യ പ്രക്ഷോഭണമായി അദ്ദേഹം മാറ്റി തീർക്കുക. 1 വർഷക്കാലം നീണ്ടുനിന്ന കർഷക തൊഴിലാളി സമരത്തിൻ്റെ വിജയത്തെക്കുറിച്ച് വളരെ കൃത്യമായി ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. ഇങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ മഹാനെ 1911 ഡിസംബർ മാസം 5-ാം തീയതി അന്നത്തെ നിയമസഭയായ ശ്രീമൂലം പ്രജാസഭയിലേക്ക് അംഗമായി നോമിനേറ്റ് ചെയ്യപ്പെടുക. അക്ഷരാഭ്യാസമില്ലാത്ത അയ്യങ്കാളി 1912 ഫെബ്രുവരി മാസം 27-ാം തീയതി ശ്രീമൂലം പ്രജാസഭയിൽ നടത്തിയ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ടു, എൻ്റെ സമുദായം, എൻ്റെ ജനത താമസിക്കുന്ന ഭൂമിയും അവർ പണിയെടുക്കുന്ന വയലും 10 പൈസ ഈടാക്കാതെ നൽകണം. ഭൂപരിഷ്കരണത്തിൻ്റെ ആദ്യ പിതാവായി ലോകത്തിൻ്റെ ചരിത്രത്തിൽ മഹാത്മാ അയ്യങ്കാളി എന്ന നിരക്ഷരൻ മാറുന്ന കാഴ്ച ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിളപ്പിൽ പകുതിയിൽ 300 ഏക്കറും പള്ളിപ്പുറം പകുതിയിൽ 500 ഏക്കറും ഒരു കുടുംബത്തിന് 1 ഏക്കർ ഭൂമി വീതം നൽകിക്കൊണ്ടാണ് ആ ഭൂപരിഷ്കരണത്തിൻ്റെ ഉദ്ഘാടനം തന്നെ നടക്കുന്നതെന്ന് ചരിത്രം വായിക്കുന്ന നമ്മൾക്കറിയാം. ഇന്ന് സ്വാതന്ത്ര്യാനന്തര ഈ ജനാധിപത്യ കേരളത്തിൽ ഇന്ന് ജനാധിപത്യ സർക്കാരുകൾ എന്തെല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടോ അതിനെയെല്ലാം കവച്ചു വെക്കുന്ന നേട്ടം അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് എത്തിച്ചു തരാൻ മഹാത്മാ അയ്യങ്കാളിയുടെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങളടക്കം പരിശോധിക്കുന്ന ഏതൊരു ചരിത്ര വിദ്യാർത്ഥികൾക്കും കാണാൻ കഴിയും.